നമസ്കാരം. ലൈവ് at 6 ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. വി ഡി സതീശനെതിരെ പൊട്ടിത്തെറിച്ച് പി വി അൻവർ. മുന്നണിയിലെടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചു, നഗ്നനാക്കി പെരുവഴിയിലാക്കി. ഈ കഴിഞ്ഞ 3-4 മാസമായി ഒരു മനുഷ്യന്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് എന്താ തെരുവിലേക്ക് വിട്ടിരിക്കല്ലേ? ഇന്നലെ എന്താ ചെയ്തത്? വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എന്റെ മുഖത്തേക്ക് ചളിവാരി എറിയണം. അൻവറിന് ഒരവസരം കൂടി കൊടുക്കാൻ കോൺഗ്രസ്. സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ വീണ്ടും സഹകരിപ്പിക്കും. നിലമ്പൂരിൽ സ്ഥാനാർത്ഥികളെ തേടി സിപിഎമ്മും ബിജെപിയും. ബിജെപിയെ ചാക്കിടാൻ ശ്രമിച്ച ഡിസിസി ജനറൽ സെക്രട്ടറിയെ തിരിച്ചു പിടിച്ചു കോൺഗ്രസ്. എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വെള്ളിയാഴ്ച. സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് സ്വാധീനത. നിലമ്പൂർ തെരഞ്ഞെടുപ്പിനിടെ വന്യമൃഗശല്യത്തിൽ സർക്കാരിന്റെ നിർണായക നീക്കം. ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ നിയമനിർമ്മാണം. കേന്ദ്രത്തിന്റെ അനുമതി തേടാൻ മന്ത്രിസഭായോഗ തീരുമാനം. കാട്ടുപന്നികളെ കൊല്ലാനുള്ള അനുവാദം 1 വർഷത്തേക്ക് കൂടി നീട്ടി. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചവർ അറസ്റ്റിൽ. ആലപ്പുഴ സ്വദേശി വിഷ്ണുദാസും ഷോളയൂർ സ്വദേശി റെജി മാത്യുവും റിമാൻഡിൽ. മർദ്ദനം വാഹനത്തിന് മാർഗതടസ്സമുണ്ടാക്കിയെന്നാരോപിച്ചു. $12 കോടിയുടെ വിഷു ബമ്പർ സ്വന്തമായ ഭാഗ്യവാനെ കാത്ത് കേരളം. സമ്മാനം കോഴിക്കോട് വിറ്റ ടിക്കറ്റിന്. വിറ്റഴിച്ചത് പാലക്കാട്ടെ ഏജൻസി. രണ്ടാം സമ്മാനം 1 കോടി വീതം 6 പേർക്ക്. കമൽ ഹസൻ രാജ്യസഭയിലേക്ക്. മക്കൾ നീതിമയം സ്ഥാനാർത്ഥിയാകും. இப்படிப்பட்ட தலைவர்களை நாம் போற்றி விமர்சனங்களுக்கு அஞ்சாதவர்கள், அதற்கு நேர்மையான பதிலை கொடுக்க தெரிந்தவர்களுக்கு நாம் விமர்சனத்தோடு கூடி அவர்கள் செய்தவற்றுக்கான பாராட்டையும் கொடுக்கவில்லை என்றால் அவர்கள் துவண்டு விடுவார்களோ என்ற பயம் எனக்கு இருக்கிறது. പിണറായി ദ ലെജൻഡ് ഡോക്യുമെന്ററി പ്രകാശനം ചെയ്ത് കമൽ ഹസൻ. പ്രശംസയെല്ലാം പാർട്ടിക്കെന്ന് പിണറായി. മാസപ്പടി കേസിൽ എസ്എഫ്ഐഒയ്ക്ക് ഡൽഹി ഹൈക്കോടതി വിമർശനം. കുറ്റപത്രം നൽകില്ലെന്ന ഉറപ്പ് എസ്എഫ്ഐഒ പാലിച്ചില്ലെന്ന് കോടതി. കേന്ദ്ര സർക്കാർ മറുപടി നൽകണമെന്ന നിർദ്ദേശം. അന്വേഷണം തടയണമെന്ന CMRL ഹർജി 30ലേക്ക് മാറ്റി. വാർത്തയിലേക്ക് വിശദമായി. ആദ്യം നിലമ്പൂർ പോരിന്റെ വാർത്തകൾ. മുന്നണിയിലെടുക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ചു എന്നതടക്കം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ തുറന്നടിച്ചാണ് ഇന്ന് പി വി അൻവർ രാവിലെ മാധ്യമങ്ങളെ കണ്ടത്. 2 ദിവസം കൂടി കാത്ത ശേഷം താൻ സ്ഥാനാർത്ഥിയാകുന്നത് പ്രഖ്യാപിക്കുമെന്നും അൻവർ വീട്ടിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. UDFിനോട് വഴങ്ങിയെന്നും ഉപതെരഞ്ഞെടുപ്പിൽ സഹകരിച്ചേക്കുമെന്ന സൂചനകൾക്കിടെയാണ് പി വി അൻവർ വി ഡി സതീശനും മുന്നണിക്കുമെതിരെ തുറന്നടിച്ചത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് സഹകരിച്ചതും വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കായി പ്രവർത്തിച്ചതും നിലമ്പൂരിലെ 2 പഞ്ചായത്തുകൾ പിടിച്ചെടുത്തുമടക്കം UDFിനായി ചെയ്ത കാര്യങ്ങൾ ഓരോന്നായി അൻവർ എടുത്തു പറഞ്ഞു. എന്നിട്ടും മുന്നണിയുടെ പുറത്തു നിർത്തുന്നതിലാണ് അൻവറിന്റെ അമർഷം. ഒരു സഹകരണ മുന്നണിയാക്കാന്ന് പറഞ്ഞു, അതിന് സമ്മതിച്ചു. സഹകരണ മുന്നണി അറിയാൻ നിങ്ങൾക്ക് അറിയാം. ബസ്സിലെ ആ സ്റ്റെപ്പിൽ കയറിയുന്ന ക്ലീനറെ കൂടെ നിന്ന് പോകണമെന്ന് മതി, പ്രശ്നമില്ല. ചെറിയ പാർട്ടിയല്ലേ, നമ്മൾ വളരെ ചെറിയ പാർട്ടിയാണല്ലോ, അതിനും നമ്മൾ സമ്മതിച്ചു. അതെങ്കിലും ഒന്ന് പൊതുസമൂഹത്തോട് പറയണ്ടേ? ഇന്നലെ അദ്ദേഹം പറഞ്ഞു അൻവർ വ്യക്തമാക്കട്ടെ. ഇത്രയും വ്യക്തമാക്കിയതാണല്ലോ, ഇനി എന്താ ഞാൻ വ്യക്തമാക്കേണ്ടത്? മുന്നണിയിലെടുക്കാത്തതിന് കാരണക്കാരനായി അൻവർ പറയുന്ന ഒറ്റ പേര് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. കോഴിക്കോട്ടെ UDF യോഗത്തിൽ മുന്നണി പ്രവേശനത്തിൽ ധാരണയായെങ്കിലും ഇതിനുശേഷം വി ഡി സതീശൻ ചതിച്ചു. പൊതുസുഹൃത്ത് വഴി സംസാരിച്ച് 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപനം നടത്താമെന്ന് പറഞ്ഞെങ്കിലും ഒന്നുമുണ്ടായില്ല. പിരിയുന്ന സമയത്ത് ഈ 15-ാം തീയതി ആ സുഹൃത്തിന്റെ മുന്നിൽ വെച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ ഇത് പത്രസമ്മേളനം വിളിച്ച് പറയും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു പത്രക്കുറിപ്പ് കൊടുത്താൽ മതി. അതല്ല, അത് ഞാൻ തന്നെ പറയണത്. നല്ല രീതിയിൽ ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ 2 ദിവസത്തിനുള്ളിൽ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വിവരമില്ല. തന്നെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് വിട്ടു, അധിക പ്രസംഗിയായി ചിത്രീകരിച്ചു, മുഖത്ത് ചെളിവാരിയെറിഞ്ഞു, ദയാവധത്തിന് വിട്ടു നൽകി,
കാലുപിടിച്ചപ്പോൾ മുഖത്ത് ചവിട്ടി തുടങ്ങി സതീശനെതിരെ അൻവർ വിമർശനങ്ങളുടെ കെട്ടഴിച്ചു. ഈ കഴിഞ്ഞ 3-4 മാസമായി ഒരു മനുഷ്യന്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് എന്താ തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ? ഇന്നലെ എന്താ ചെയ്തത്? വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എന്റെ മുഖത്തേക്ക് ചളിവാരി എറിയണം. അത് കാണുന്നുണ്ടല്ലോ എല്ലാം. ഇന്നലെ അദ്ദേഹത്തിന്റെ തീരുമാനം എന്താ? എന്നെ ദയാവധത്തിന് വിട്ടിരിക്കണം. ദയാവധം. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അതും കൂടെ ഒന്ന് വിശദീകരിക്കണ്ടേ? അപ്പൊ ഇപ്പോഴും ഞാൻ നയം വ്യക്തമാക്കിയിട്ടില്ല. മനസ്സിലായില്ലേ? കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുക എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ ഈ കാല് പിടിക്കാനില്ല. പിണറായി സർക്കാരിന്റെ അന്ത്യം കുറിക്കാനാണ് താൻ രാജിവെച്ചതെന്ന് ഓർമ്മിപ്പിച്ച അൻവറിന്റെ പ്രതീക്ഷ ഇനി KC വേണുഗോപാലിൽ മാത്രമാണ്. KCയുമായി കൂടിക്കാഴ്ച നടത്തി മുന്നണി പ്രവേശനം അടക്കമുള്ള കാര്യങ്ങളിൽ അനുകൂല സാധ്യത തേടാനാണ് നീക്കം. അവിടെയും വാതിലുകൾ അടഞ്ഞാൽ അൻവർ സ്വതന്ത്രനായി കളത്തിലിറങ്ങും. ബഹുമാനപ്പെട്ട KC വേണുഗോപാലിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു. UDFന്റെ ഘടകകക്ഷി നേതാക്കളിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു. ആ UDF സംവിധാനത്തിന്റെ ലീഡർഷിപ്പിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു. ആ കാര്യങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട KCയും ബഹുമാനപ്പെട്ട തങ്ങൾ സ്ഥലത്തില്ല ബഹുമാനപ്പെട്ട കുഞ്ഞാടി സാഹിബുമായി സംസാരിച്ച് അവസാനമായിട്ട് എന്താണ് ഡിക്ലറേഷൻ എന്ന് ഞാൻ പറയും. ന്യൂസ് 18 മലപ്പുറം. തുറന്നു പറച്ചിലുകൾക്ക് ശേഷവും PV അൻവറിന് അവസാന അവസരം നൽകി UDF. അൻവറിനെ ഒറ്റപ്പെടുത്താനില്ലെന്നും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായെങ്കിൽ അത് പരിശോധിക്കുമെന്നും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. മറ്റ് നേതാക്കളും സമാനമായ അഭിപ്രായം രേഖപ്പെടുത്തി. അതേസമയം VD സതീശനെതിരായ അൻവറിന്റെ വിമർശനത്തെക്കുറിച്ച് നേതാക്കൾ ആരും പ്രതികരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ ഒരു സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് അദ്ദേഹം രാജിവെച്ചിട്ടാണ് അവിടെ ബൈ ഇലക്ഷൻ ഉണ്ടായെന്നുള്ള കാര്യത്തെ ആ സെന്റിമെന്റ്സിനെ മാനിക്കണമെന്ന് തന്നെയാണ് UDFന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പൊതുവായിട്ടുള്ള വികാരം. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന ചിന്താഗതിയൊന്നും ആർക്കും ഇല്ല. അങ്ങനെയൊന്നും ആർക്കും ഇല്ല. UDFിൽ ആർക്കും ഇല്ല. എന്താണോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായതെന്നൊക്കെ എനിക്ക് സംസാരിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇതുവരെ പറഞ്ഞത് തിരുത്തി ആര്യാടൻ ഷൌക്കത്തിന് PV അൻവർ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചാൽ മുന്നണി വാതിൽ അടയ്ക്കേണ്ടെന്നാണ് നേതൃത്വത്തിന്റെ പൊതുനിലപാട്. അതേസമയം ഉടനെ മുന്നണി പ്രവേശമൊന്നും പ്രഖ്യാപിച്ചേക്കില്ല. അൻവറിന് രൂക്ഷമായ വിമർശനമേറ്റ VD സതീശൻ പോലും ഇന്ന് പതിവിലും സൗമ്യമായിട്ടാണ് പ്രതികരിച്ചത്. പിന്നെ നമുക്കിപ്പോൾ ഓരോരുത്തർ പറയുന്നതിന് ഞാൻ പത്രസമ്മേളനം നടത്തി മറുപടി പറയുന്നതിന് ഒരു അനൗചിത്യമുണ്ട്. അവസാന ഏറ്റവും ലളിതമായ കാര്യത്തിലാണ്, ഒരു അഹങ്കാരത്തിലല്ല പറഞ്ഞത്. അൻവർ തിരുത്തിയാൽ എല്ലാം മറക്കാമെന്ന് മറ്റു പ്രമുഖ നേതാക്കളും പറഞ്ഞു. അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ അൻവറോട് സംസാരിച്ചു, മറ്റ് നേതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അത് രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. ഇതിനകത്ത് മുന്നണിയിലേക്ക് ഒരു ഘടകകക്ഷി എടുക്കുമ്പോൾ അതിന്റേതായ ചില ഫോർമാലിറ്റീസ് എല്ലാം ഉണ്ട്. അതൊക്കെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യമാണ്. തീർച്ചയായിട്ടും അൻവറിനെ സഹകരിപ്പിക്കും. അൻവർ ഈ ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അൻവറെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ UDF മുന്നോട്ട് പോകും. PV അൻവർ നിലമ്പൂരിൽ നിർണായക ഘടകമാണെന്ന് മുൻ KPC പ്രസിഡന്റ് K സുധാകരനും പ്രതികരിച്ചു. അതേസമയം PV അൻവറിനെ മുന്നണിയിലെടുക്കുന്ന കാര്യം ഇതുവരെ നേതൃത്വം ചർച്ച ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആ പ്രശ്നം നമ്മൾ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ല, അത് പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ട തീരുമാനമാണ്. അതേസമയം ഈ നേതാക്കളാരും VD സതീശനെതിരായ രൂക്ഷമായ വിമർശനത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല എന്നത് ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. PV അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ തീരുമാനം പറയേണ്ടത് നേതൃത്വമെന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് നിലമ്പൂർ തിരിച്ചുപിടിക്കാനാണ് തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അൻവറിനും UDFനും യോജിച്ചു പോകാവുന്നതിൽ പ്രശ്നമുണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നും ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു. PV അൻവറിനും UDFനും യോജിച്ചു പോകാവുന്നതിൽ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു അത്തരം കാര്യങ്ങളൊരു കോൺഫ്ലിക്റ്റ് വരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്തൊക്കെയായാലും അതൊക്കെ ആധികാരികമായി അത്തരം കാര്യങ്ങൾ അതിന് മറുപടി പറയേണ്ടത് ഞാനല്ല, എൻ്റെ നേതൃത്വം. എല്ലാവരെയും പിന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് നിർത്തിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോകുക. പൂർണ്ണമായും പ്രതീക്ഷയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പിന്നെ അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ആരെയും കാത്തു നിൽക്കാതെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിലിപ്പോൾ ആരെയും കാത്തു നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ കാത്തു നിൽക്കാതെ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് നമുക്ക് അത്രമാത്രം നമ്മുടെ ഗ്രൗണ്ട് ഇവിടെയുണ്ട്. നമ്മൾ കഴിഞ്ഞ കാലത്ത് നിലമ്പൂരാണ്. നിലമ്പൂരിൽ 2 ടൈമിൽ ഒരു ചെറിയ അബദ്ധങ്ങൾ സംഭവിച്ചു. അതിനി ഉണ്ടാവരുത് എന്ന് ഈ നാട്ടുകാർക്കും എല്ലാവർക്കും അവർക്ക് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും
ആ ആഗ്രഹത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇന്നലെ രാത്രി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടന്ന സമവായ ചർച്ചയിലെ ധാരണ തകിടം മറിച്ചാണ് ഇന്ന് PV അൻവർ പ്രതിപക്ഷ നേതാവിനെതിരെ തിരിഞ്ഞത്. അതിലുള്ള രോഷം ഇന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പ്രകടിപ്പിച്ചു. മുസ്ലിം ലീഗിന് വ്യത്യസ്തമായ നിലപാടില്ല. കോൺഗ്രസിനും മറ്റ് ഘടകകക്ഷികൾക്കും ഒക്കെയുള്ള നിലപാട് മാത്രമേ മുസ്ലിം ലീഗിനുള്ളൂ. UDF കൂടി ഇരുന്ന് ഈ കാര്യം ഗൗരവമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ. ആ തീരുമാനം ബഹുമാനപ്പെട്ട UDF ചെയർമാൻ അൻവറിനോട് അറിയിച്ചിട്ടുണ്ട്, പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിൽ UDF ഉറച്ചു നിൽക്കുന്നു. പക്ഷെ അങ്ങനെ നിലപാട് UDF എടുത്തിട്ട് പോലും ആവശ്യമില്ലാത്ത പരാമർശങ്ങൾ അൻവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് UDFിലെ ഘടകകക്ഷികൾക്കുള്ള അഭിപ്രായങ്ങൾ അൻവറിനോട് ഇന്നലെ തന്നെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട്. അൻവർ ഏറെക്കുറെ അംഗീകരിച്ച് പോയതുമാണ്. ഇപ്പോഴും അൻവർ പറയുന്നത് കുറെ കൂടി കാര്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യമാവാനുണ്ട്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതിന് അദ്ദേഹം പ്രതീക്ഷിക്കുന്ന UDFിനെ തന്നെയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട KC വേണുഗോപാലിനെ കാണും എന്ന് അദ്ദേഹം പറയുന്നത്. എങ്ങനെയായാലും കുഴപ്പമില്ല. നമ്മുടെ ലക്ഷ്യം ഈ ഗവൺമെന്റിനെതിരായ വിജയത്തായി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് മാറണം. അതിന് സഹകരിക്കാവുന്ന എല്ലാവരുമായി സഹകരിക്കണം. പരമാവധി വോട്ടുകൾ ഏകോപിപ്പിക്കണം. കോൺഗ്രസ് പ്രവർത്തകയായി തുടരുമെന്ന് ബീന ജോസഫ്. MT രമേശ് തന്റെ ഓഫീസിൽ വന്ന് കണ്ടിരുന്നു. നിലമ്പൂരിൽ UDFിന് വേണ്ടി സജീവമായി തന്നെ പ്രചരണത്തിൽ ഉണ്ടാകുമെന്നും ബീന ജോസഫ് പറഞ്ഞു. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. നോക്കൂ, അത് ഞാനൊരു നമ്മുടെ വക്കീൽ ഓഫീസിൽ വെച്ച് നമ്മൾ പറഞ്ഞൊരു കാര്യം. ഞാൻ അതിനകത്ത് ഒരിക്കലും അതൊരു സീക്രസി നമ്മൾ പാലിക്കണം, ഞാൻ പ്രൊഫഷണലി നമ്മൾ പാലിക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ ഇല്ലല്ലോ, ഉണ്ടെങ്കിലല്ലേ ഞാൻ പറയണ്ടോ. ഞാൻ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. എന്താ സംശയം ഇരിക്കുന്നേ? ഞാൻ മാറിയിട്ടില്ലല്ലോ. രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും സ്ഥാനാർത്ഥി അവിടെ തന്നെ ആഗ്രഹിച്ചോണ്ടല്ലേ വരിക. അല്ലാതെ നമുക്ക് ജയിക്കണമല്ലോ, അതാണല്ലോ പ്രധാനം. അതും ബഹുഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുക എന്നാണ്. അതിനു വേണ്ടിയിട്ട് ഇറങ്ങുക. നിലമ്പൂരിൽ BDJS മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി. മത്സരിക്കണമെന്നും മത്സരിക്കേണ്ട എന്നും BDJSൽ അഭിപ്രായമുയർന്നു. അന്തിമ തീരുമാനം NDA യോഗത്തിന് ശേഷമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ആര്യാടൻ ഷൌക്കത്തുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. അൻവറിന്റെ ആരോപണം അസംബന്ധമാണ്. 30-ന് LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അൻവർ ഒരു തരത്തിലും LDFിനെ ബാധിക്കില്ല. UDFും അൻവറും തമ്മിൽ നല്ല സംഘർഷത്തിലാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ശുദ്ധ അസംബന്ധം എഴുന്നേൽക്കും. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടേ. ഇനി അവിടെ വയനാട് ചർച്ച നടത്തുന്നു. എന്തും പറയാൻ ഒരു മടിയില്ലാതെ കുറേ എണ്ണമുണ്ട്. അത് നിങ്ങളുടെ കൂട്ടത്തിലും സഹിക്കല്ലാണ്ട് വേറെ എന്ത് വഴി? ഇത്രയും കാലം MLA ആയിട്ട് ഞങ്ങൾ തന്നെ സ്വതന്ത്രമായിട്ട് മത്സരിപ്പിച്ച് ജയിപ്പിച്ച് അദ്ദേഹം ഇവിടെ നിന്ന് പാർട്ടി വിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് പോകുമ്പോഴോ ഒരു പാർട്ടി മെമ്പർ പോലും അദ്ദേഹത്തോടൊപ്പം പോയിട്ടില്ല എന്നുള്ളത് നിലമ്പൂരിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അൻവർ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഞങ്ങൾ എടുക്കുന്നില്ല. ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാൻ സംസ്ഥാന സർക്കാർ. ഇക്കാര്യത്തിൽ നിയമവകുപ്പ് സെക്രട്ടറിയുമായി കൂടിയാലോചിച്ച് ആവശ്യമായ നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശം സമർപ്പിക്കാൻ വനം വകുപ്പ് സെക്രട്ടറിയെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. കാട്ടുപന്നികളെ ഉപാധികളോടെ കൊല്ലുന്നതിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിക്ഷിപ്തമായ അധികാരം 1 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. പാലക്കാട് ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 2 പ്രതികളെയും മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ആലപ്പുഴ സ്വദേശി വിഷ്ണുദാസ്, ഷോളയൂർ സ്വദേശി റെജി മാത്യു എന്നിവരാണ് പ്രതികൾ. വാഹനത്തിന് മാർഗതടസ്സമുണ്ടാക്കിയെന്ന് ആരോപിച്ചാണ് യുവാവിനെ മർദ്ദിച്ചത്. മാസപ്പടി കേസിൽ CMRLന് ആശ്വാസം. SFIO നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന് ഡൽഹി ഹൈക്കോടതി നിരീക്ഷിച്ചു. നേരത്തെ കഴിഞ്ഞ സെപ്റ്റംബറിൽ കേസ് പരിഗണിച്ച സമയത്ത് കുറ്റപത്രമടക്കമുള്ള തുടർ നടപടികൾ ഉണ്ടാകില്ലെന്ന വാക്കാൽ ഉറപ്പ് SFIO നൽകിയിരുന്നു. എന്നാൽ ഈ ഉറപ്പ് എന്തുകൊണ്ട് പാലിച്ചില്ലെന്ന് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്രത്തോട് ചോദിച്ചു. SFIO അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി പരിഗണിക്കുന്നത് വീണ്ടും ഹൈക്കോടതി മാറ്റിയിരുന്നു. ഹർജി ഈ മാസം 30-നാണ് ഇനി പരിഗണിക്കുക. വിഷു ബമ്പർ ലോട്ടറിയുടെ 1ാം സമ്മാനമായ 12 കോടി കോഴിക്കോട് വിറ്റ ടിക്കറ്റിന് BD 204266 എന്ന ടിക്കറ്റിനാണ് 1ാം സമ്മാനം ലഭിച്ചത്. പാലക്കാട്ടെ ജസ്വന്ത് എന്ന ഏജൻസിയാണ് ടിക്കറ്റ് വിറ്റത്. 1ാം സമ്മാനത്തിനായി നറുക്കെടുത്ത നമ്പർ BD 204266. വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ 1ാം സമ്മാനമായ 12 കോടി രൂപ സ്വന്തമാക്കിയിരിക്കുന്ന നമ്പർ
VD 204266. ഭാഗ്യാന്വേഷികൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ വിഷു ബമ്പർ നറുക്കെടുപ്പിൽ പാലക്കാട് നിന്ന് വിറ്റുപോയ VD 204-266 എന്ന ടിക്കറ്റ് നമ്പറിനാണ് ഒന്നാം സമ്മാനമായ 12 കോടി രൂപ ലഭിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം മറ്റ് 5 സീരീസുകളിൽ നിന്നായി ഓരോരുത്തർക്ക് വീതം രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതവും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ 6 കോടിപതികളാണ് ഈ വിഷു ബമ്പർ നറുക്കെടുപ്പിലൂടെ ഉണ്ടായിരിക്കുന്നത്. മൂന്നാം സമ്മാനമായി 10 ലക്ഷം രൂപ വീതം 6 പേർക്കും 4ാം സമ്മാനമായി 5 ലക്ഷം രൂപ വീതം 6 പേർക്കും ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ഈ വിഷു ബമ്പർ നറുക്കെടുപ്പിന്റെ പ്രത്യേകത. ആകെ 45 ലക്ഷം ടിക്കറ്റുകൾ അച്ചടിച്ചതിൽ 42,87,350 ടിക്കറ്റുകളാണ് വിറ്റുപോയത്. 300 രൂപയായിരുന്നു ഒരു ടിക്കറ്റിന്റെ വില. ഇങ്ങനെ ഭാഗ്യക്കുറി വകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ജനപ്രിയമായ നറുക്കെടുപ്പുകൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമായി കൂടി മാറുകയാണ് ഈ വിഷു ബമ്പർ നറുക്കെടുപ്പ്. എന്തായാലും ഈ ഭാഗ്യശാലി ആരാണ് എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് മലയാളികൾ. സാധാരണയായി കേരളത്തിന് പുറത്തു നിന്നുള്ള ആളുകൾ വരെ ഈ ബമ്പർ നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പാലക്കാട്ട് നിന്നും മറ്റ് അതിർത്തി മേഖലയിൽ നിന്നും ലോട്ടറി ഏജൻസികളിൽ നിന്ന് ലോട്ടറി എടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇതൊരു മലയാളിയാണോ അതോ മറ്റേതെങ്കിലും സംസ്ഥാനത്തു നിന്നുള്ള ആളാണോ ഈ ഭാഗ്യശാലി എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ഭാഗ്യാന്വേഷികൾ മുഴുവൻ. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. പാർട്ടിയുടെ ഉൽപ്പന്നമാണ് താനെന്നും സ്വന്തം കഴിവിലൂടെ വളർന്നു വന്നയാളല്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. തനിക്കെതിരായ ആക്രമണങ്ങളും വ്യക്തിപരമല്ല. പിണറായി ദ ലെജൻഡ് എന്ന ഡോക്യുമെന്ററി കണ്ട ശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പിണറായിയെപ്പോലെയുള്ള നേതാക്കൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ഡോക്യുമെന്ററി പ്രകാശനം നിർവഹിച്ചുകൊണ്ട് കമൽ ഹാസൻ പറഞ്ഞു. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ പിണറായി വിജയനെ ഇതിഹാസമായി വിശേഷിപ്പിക്കുന്നതാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഡോക്യുമെന്ററി. ജനനം മുതൽ 2 ടൈം മുഖ്യമന്ത്രിയായതുവരെയുള്ള പിണറായിയുടെ ജീവചരിത്രം. വിദ്യാർത്ഥികാലവും തലശ്ശേരി കലാപവും അടിയന്തരാവസ്ഥയും തുടങ്ങി പിണറായിയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും ഡോക്യുമെന്ററി വിവരിക്കുന്നു. പാർട്ടിയോടും മുന്നണിയോടുമുള്ള സ്നേഹമാണ് ഡോക്യുമെന്ററിയിലൂടെ പ്രകടിപ്പിച്ചതെന്ന് വിശ്വസിക്കുന്നതായി മുഖ്യമന്ത്രി. നിങ്ങൾ പ്രകടിപ്പിച്ച സ്നേഹവായ്പ് അത് പാർട്ടിയോടും LDFിനോടുമുള്ള സ്നേഹവും പിന്തുണയുമാണ് എന്നെനിക്കറിയാം. എന്റെ സഖാവ് എന്ന് പിണറായിയെ വിശേഷിപ്പിച്ച കമൽ ഹാസൻ പിണറായിയോടും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടുമുള്ള പ്രതിപത്തി ഒരിക്കൽ കൂടി വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മൈ കോമ്രേഡ് மிஸ்டர் விஜயன், இப்படிப்பட்ட தலைவர்களை நாம் போற்றி விமர்சனங்களுக்கு அஞ்சாதவர்கள், அதற்கு நேர்மையான பதிலை கொடுக்க தெரிந்தவர்களுக்கு நாம் விமர்சனத்தோடு கூடி அவர்கள் செய்தவற்றுக்கான பாராட்டையும் கொடுக்கவில்லை என்றால் அவர்கள் துவண்டு விடுவார்களோ என்ற பயம் எனக்கு இருக்கிறது. നായനാർക്കും EMSനും പോലും എത്തിപ്പിടിക്കാനാകാത്ത തുടർഭരണം സാധ്യമാക്കിയതിനാണ് പിണറായിയെ ഇതിഹാസമായി ചിത്രീകരിക്കുന്നത്. 3ാം ടേമും അനിവാര്യമെന്ന ഡോക്യുമെന്ററിയിൽ CPM സംഘടന പറയുന്നു. സർക്കാരിന്റെ 4ാം വാർഷികം മുഖ്യമന്ത്രിയും കമൽ ഹാസനും ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. മക്കൾ നീതിമയം അധ്യക്ഷൻ കമൽ ഹാസൻ രാജ്യസഭയിലേക്ക് കമൽ ഹാസനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച പ്രമേയം MNM നേതൃയോഗം അംഗീകരിച്ചു. DMKയുമായുള്ള ധാരണ പ്രകാരമാണ് തീരുമാനമെന്ന് പ്രമേയത്തിൽ പറയുന്നു. തമിഴ്നാട്ടിൽ ഒഴിവ് വരുന്ന 6 സീറ്റുകളിൽ ജൂൺ 19-നാണ് തെരഞ്ഞെടുപ്പ്. 3 സ്ഥാനാർത്ഥികളെ DMKയും പ്രഖ്യാപിച്ചു. P. വിൽസൺ വീണ്ടും രാജ്യസഭയിലേക്ക് മത്സരിക്കും. SR ശിവലിംഗം, എഴുത്തുകാരി സൽമ എന്നിവരും DMK സ്ഥാനാർത്ഥികളാകും. അതേസമയം നിലവിൽ രാജ്യസഭാ അംഗമായ വൈക്കോയ്ക്ക് സീറ്റ് നിഷേധിച്ചു. നടൻ കമൽഹാസനെതിരെ കർണാടകയിൽ വൻ പ്രതിഷേധം. ചെന്നൈയിൽ നടന്ന പരിപാടിയിൽ കന്നഡയെക്കുറിച്ച് നടത്തിയ പരാമർശമാണ് വിവാദത്തിലായത്. കന്നഡ ഭാഷ തമിഴിൽ നിന്ന് പിറന്നതാണെന്നായിരുന്നു താരത്തിന്റെ പരാമർശം. സംഭവം വിവാദമായതോടെ രൂക്ഷ വിമർശനവുമായി കർണാടക BJPയും കന്നഡ അനുകൂല സംഘടനകളും രംഗത്തെത്തി. കന്നഡ ഭാഷ തമിഴിൽ നിന്നാണ് ജനിച്ചതെന്ന ഉലക നായകന്റെ വാക്കുകളാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്.
എൻ്റെ ജീവിതവും എൻ്റെ കുടുംബവും തമിഴ് ഭാഷയാണ് എന്നർത്ഥം വരുന്ന ഉയിരേ ഉറവേ തമിഴേ എന്ന വാചകത്തോടെയാണ് പരിപാടിയിൽ കമൽഹാസൻ പ്രസംഗം ആരംഭിച്ചത്. എൻ്റെ കുടുംബമാണിത്, അതിനാലാണ് നടൻ ശിവരാജ് കുമാർ പരിപാടിക്കെത്തിയത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രസംഗം ജീവൻ, ബന്ധം, തമിഴ് എന്ന് പറഞ്ഞു തുടങ്ങിയതെന്നും കമൽഹാസൻ പറഞ്ഞു. பேச்சை ஆரம்பிக்கும் பொழுது நான் உயிரே உறவே தமிழே என்று ஆரம்பித்தேன். அதில் தமிழிலிருந்து பிறந்தது தான் உங்கள் பாஷையும். ஆனால் நீங்களும் அதில் உட்படுவீர்கள். ഇതോടെ കന്നഡ അനുകൂല സംഘടനകളും BJPയും പ്രതിഷേധവുമായി രംഗത്തെത്തി. നടന്റെ പെരുമാറ്റം സംസ്കാരമില്ലാത്തതാണെന്ന് കർണാടക BJP അധ്യക്ഷൻ വിജയേന്ദ്ര യെദ്യൂരപ്പ വിമർശിച്ചു. കമൽഹാസൻ ഉടൻ കന്നഡിഗരോട് നിരുപാധികം മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. താരത്തിന്റെ സിനിമാ പോസ്റ്ററുകൾ കീറിക്കൊണ്ടായിരുന്നു കന്നഡ അനുകൂല സംഘടനകളുടെ പ്രതിഷേധം. സംസ്ഥാനത്ത് കമൽഹാസന്റെ സിനിമ നിരോധിക്കുമെന്നും സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. കമൽഹാസൻ മണിരത്നം ടീമിന്റെ പുതിയ ചിത്രമായ തഗ് ലൈഫ് ജൂൺ 5 പുറത്തിറങ്ങാനിരിക്കെയാണ് കർണാടകയിൽ പ്രതിഷേധമുയരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ദേശീയപാത അപകടത്തിൽ. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ കുന്നിടിച്ചതിനെ തുടർന്ന് അപകട ഭീഷണി നിലനിൽക്കുന്ന മേഖലകളിൽ ഡ്രോൺ പരിശോധന നടത്താൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിൽ തീരുമാനം. വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന്, ബേവിഞ്ച എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുക. ദേശീയപാത 66ന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി കുന്നിടിച്ചതിനെ തുടർന്ന് അപകട ഭീഷണിയിലായ പ്രദേശങ്ങളിലാണ് പരിശോധന. വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന്, ബേവിജ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുക. ജിയോളജി, മണ്ണ് പരിവേഷണ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സംയുക്ത സർവേയും നടത്തും. ഡ്രോൺ പരിശോധനയിലൂടെ മലമുകളിൽ വിള്ളലുകൾ വീണിട്ടുണ്ടോയെന്ന് പരിശോധിക്കും. അപകടം തടയാനുള്ള മുൻകരുതൽ സ്വീകരിക്കുകയാണ് ലക്ഷ്യം. ദേശീയപാതയിൽ അപകട സാധ്യതാ മേഖലകളിൽ ഡ്രോൺ പരിശോധന നടത്തും. ഉപകരണങ്ങൾ ഉപയോഗിച്ച് സ്വകാര്യ സ്ഥാപനങ്ങളോ വ്യക്തികളോ മഴ അളവ് വിവരശേഖരണം നടത്തുന്നുണ്ട് എങ്കിൽ വിവരം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൈമാറണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിലാണ് വിവരങ്ങൾ നൽകേണ്ടത്. ന്യൂസ് 18 കാസർഗോഡ്. കേരള തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളും പ്ലാസ്റ്റിക് തരികളും ഉടൻ നീക്കം ചെയ്യാൻ തീരുമാനം. ദൂരവ്യാപക പാരിസ്ഥിതിക ആഘാതം മുന്നിൽ കണ്ടാണ് സർക്കാർ നടപടി. നിലവിൽ മത്സ്യം ഉപയോഗിക്കുന്നതിന് തടസ്സമില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പലിൽ നിന്നുമുള്ള കണ്ടെയ്നറുകൾ കേരളത്തിന്റെ തെക്കൻ തീരപ്രദേശങ്ങളിൽ ആശങ്ക വിതയ്ക്കാൻ തുടങ്ങിയതോടെയാണ് സർക്കാർ ഇടപെടൽ. കപ്പലിൽ നിന്നുമുള്ള ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുവായ ലീനിയർ ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ, ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ എന്നിവയാണ് തുമ്പ, അഞ്ചുതെങ്ങ്, ശംഖുമുഖം, വിഴിഞ്ഞം തുടങ്ങിയ തീരങ്ങളിൽ വ്യാപകമായി അടിഞ്ഞിരിക്കുന്നത്. ഇവയ്ക്കൊപ്പം തന്നെ ഓയിൽ ബാരലുകൾ, കശുവണ്ടി, പേപ്പർ കെട്ടുകൾ എന്നിവയും പലയിടങ്ങളിലും അടിഞ്ഞിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ലെങ്കിലും ഇവ തീരത്ത് തന്നെ തുടരുന്നത് പാരിസ്ഥിതികാഘാതം സൃഷ്ടിക്കാനിടയുണ്ട്. ഇതിനാലാണ് ഇവ എത്രയും പെട്ടെന്ന് തീരത്ത് നിന്ന് മാറ്റുവാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തത്. ഡ്രോൺ സർവേ നടത്തി സന്നദ്ധ സേവകരെ നിയോഗിച്ചുകൊണ്ട് ഇവ നീക്കം ചെയ്യാനാണ് നിലവിലെ ശ്രമം. അതേസമയം മത്സ്യം ഉപയോഗിക്കുന്നത് അപകടകരമാണെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇതിനെതിരെ ഈ മീൻ കഴിക്കാമെന്ന പേരിൽ സർക്കാർ ക്യാമ്പയിൻ നടത്തുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ആശങ്ക ഉണ്ടാകേണ്ട കാര്യമില്ല. ഇപ്പോ കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യം ഉപയോഗിക്കാം. തെറ്റായ തരത്തിലുള്ള പ്രചരണങ്ങൾ അവസാനിപ്പിക്കണം. ഗുണഭോക്താക്കൾ മത്സ്യം വാങ്ങുകയും എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയണം. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ദയവ് ചെയ്ത് ഈ കള്ളപ്രചരണത്തിൽ നിങ്ങൾ മാറണം. നിലവിൽ 50 കണ്ടെയ്നറുകളാണ് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ അടിഞ്ഞിട്ടുള്ളത്. ഇവ അപകടമുണ്ടാക്കുന്നവയല്ലെന്നും 3 ദിവസത്തിനകം നീക്കം ചെയ്യുമെന്നും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. Currently the cleanup is happening mainly with respect to the plastic pellets. Some containers got opened that washed ashore in Trivandrum coast. That cleanup is being done with in coordination with the State Disaster Management Authority and local administration. That is a shore-side cleanup. സർക്കാരും മറ്റ് സംവിധാനങ്ങളും സാഹചര്യം വിലയിരുത്തുന്നുണ്ടെങ്കിലും തീരദേശവാസികൾ ആശങ്കയിലാണ്. നിലവിൽ കാലവർഷം ആരംഭിച്ചതോടെ പ്ലാസ്റ്റിക് തരികൾ നീക്കം ചെയ്യുന്നതിൽ പ്രതിസന്ധികൾ നേരിടാൻ സാധ്യതയുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം എല്ലാ സംവിധാനങ്ങളും നിലവിലെ പ്രതിസന്ധി നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.
മുനമ്പം വഖഫ് ഭൂമി തർക്കത്തിൽ സംസ്ഥാന സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനാണ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ടിൽ നടപടിയെടുക്കേണ്ടത് സർക്കാരാണെന്നും എന്ത് ചെയ്യണമെന്ന് സർക്കാർ തീരുമാനിക്കുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. മുനമ്പത്ത് കുടിയൊഴിപ്പിക്കൽ പ്രായോഗികമല്ലെന്നും കുടിയൊഴിപ്പിക്കലിന് പകരം സംസ്ഥാന സർക്കാർ മറ്റു മാർഗങ്ങൾ തേടണമെന്നും അടക്കമുള്ള ശുപാർശകളാണ് റിപ്പോർട്ടിലുള്ളത്. മംഗളൂരുവിലെ പിക്കപ്പ് ഡ്രൈവറുടെ കൊലപാതകത്തിൽ 15 പേരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. സംഘർഷം വ്യാപിക്കാതിരിക്കാൻ അതീവ ജാഗ്രതയാണ് പോലീസ്. ദക്ഷിണ കന്നഡ ജില്ലയിലെ 5 താലൂക്കുകളിൽ ഒരാഴ്ചത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. തുടർ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയിലാണ് മംഗളൂരു. മംഗളൂരുവിൽ വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫും ബജ്റംഗ് ദൾ പ്രവർത്തകൻ സുഹാസ് ഷെട്ടിയും കൊല്ലപ്പെട്ടതിന് പിന്നാലെ കൂടുതൽ സംഘർഷമുണ്ടാകുമെന്ന് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്നലെ മംഗളൂരു കോൾത്തമജലു ജുമാ മസ്ജിദ് സെക്രട്ടറിയും പിക്കപ്പ് വാൻ ഡ്രൈവറുമായ അബ്ദുൾ മജീദിനെ ഒരു സംഘം വെട്ടിക്കൊന്നു. പ്രതികളെ ഇതുവരെ പിടികൂടിയിട്ടില്ല. സംഭവത്തിൽ പ്രദേശവാസികളായ ദീപക്, സുമിത് ആചാര്യ എന്നിവർ ഉൾപ്പെടെ 15 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. നാട്ടിൽ സമാധാനം തകർത്ത് വർഗീയ സംഘർഷം ലക്ഷ്യമിട്ടാണ് കൊലപാതകം എന്നാണ് നിഗമനം. മണലിറക്കാനെത്തിയ അബ്ദുൾ റഹീമിനെ വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കി ആയുധങ്ങൾ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചാണ് കൊന്നത്. തടയാൻ ശ്രമിച്ച റഹീമിന്റെ സുഹൃത്ത് കലന്തർ ഷാഫിക്ക് നേരെയും ആക്രമണമുണ്ടായി. നെഞ്ചിലും പുറകിലും കൈയിലും വെട്ടേറ്റ ഇയാൾ ചികിത്സയിലാണ്. ഇതേ തുടർന്ന് മംഗളൂരുവിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക സംഘർഷമുണ്ടായി. അബ്ദുൾ റഹീമിന്റെ കൊലപാതകത്തിൽ തുടർ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് അതീവ ജാഗ്രതയിലാണ് പോലീസ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ദക്ഷിണ കന്നഡ ജില്ലയിലെ 5 താലൂക്കുകളിൽ ഒരാഴ്ചത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പോലീസ് പട്രോളിംഗും ശക്തമാണ്. അയൽ ജില്ലകളിൽ നിന്നുൾപ്പെടെ കൂടുതൽ പോലീസിനെയും വിന്യസിച്ചു. ന്യൂസ് 18 മംഗളൂരു. ഊട്ടിയിലെ തേയിലത്തോട്ടത്തിൽ കുഞ്ഞുങ്ങളുമായി ഇറങ്ങിയ കടുവയുടെ ദൃശ്യം പുറത്ത്. 4 കടുവ കുഞ്ഞുങ്ങളാണ് ദൃശ്യങ്ങളിലുള്ളത്. ഊട്ടിയിലെ കോട്ടഗിരിയിലെ തേയിലത്തോട്ടത്തിൽ നിന്നുള്ളതാണ് CCTV ദൃശ്യം. വിദേശ വിദ്യാർത്ഥികൾക്കുള്ള വിസ ഇന്റർവ്യൂകൾ നിർത്തിവെച്ച് ട്രംപ് ഭരണകൂടം. യുഎസിൽ പഠിക്കാനെത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ സമൂഹമാധ്യമ ഇടപെടലുകൾ നിരീക്ഷിക്കുന്നതിനു കൂടി വേണ്ടിയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനമെന്നാണ് വിവരം. FMJ വിസ അപേക്ഷകർക്കുള്ള വിസ ഇന്റർവ്യൂകളെയാണ് നടപടി ബാധിക്കുക. നിലവിൽ ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റുകൾ ലഭിച്ചവരെ ഇത് ബാധിക്കില്ല. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ കോൺസുലേറ്റുകൾക്ക് അയച്ച ഉത്തരവിലാണ് നിർദ്ദേശമുള്ളത്. SpaceX സ്റ്റാർഷിപ്പിന്റെ 9ാം പരീക്ഷണ പറക്കൽ ഭാഗിക വിജയം. മുൻ ദൌത്യത്തെക്കാൾ കൂടുതൽ ദൂരം പിന്നിടാനായെങ്കിലും പേടകം നിയന്ത്രിതമായി തിരികെ ഇറക്കാനാകാത്തത് തിരിച്ചടിയായി. സ്റ്റാർഷിപ്പിന്റെ പേലോഡ് വാതിൽ തുറക്കാത്തതിനാൽ ഡമ്മി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനും കഴിഞ്ഞില്ല. ഇന്ത്യൻ സമയം രാവിലെ 5 മണിക്ക് ടെക്സസിലെ സ്റ്റാർ ബേസിൽ നിന്നായിരുന്നു വിക്ഷേപണം. തൊട്ടു പിന്നാലെ തന്നെ പ്രശ്നങ്ങൾ നേരിട്ടു. പേലോഡിന്റെ വാതിൽ തുറക്കാനാവാതെ വന്നതോടെ 8 ഡമ്മി ഉപഗ്രഹങ്ങൾ പുറത്തിറക്കാനായില്ല. പേടകം കറങ്ങുന്നതിനൊപ്പം ഇന്ധന ചോർച്ച കൂടി ഉണ്ടായതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ടെന്ന സൂചന കിട്ടി. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ തിരികെ പ്രവേശിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പേടകം ചിന്നിച്ചിതറി. Ignited all 6 of its engines and made it all the way through SECO just now. Should be able to see them kind of firing out from right there, so really cool. It was unable to actuate. ഇലോൺ മസ്കിന്റെ ബഹിരാകാശ വിക്ഷേപണ കമ്പനിയായ SpaceX ആണ് സ്റ്റാർഷിപ്പിന്റെ നിർമ്മാതാക്കൾ.
123 മീറ്റർ ഉയരമുള്ള ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതും ഭാരമേറിയതും ഏറ്റവും കൂടുതൽ ഭാരം വഹിക്കാനാവുന്നതുമായ ബഹിരാകാശ വാഹനമായാണ് സ്റ്റാർഷിപ്പ് കണക്കാക്കുന്നത്. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള ഗ്രഹാന്തര യാത്രകളടക്കം ലക്ഷ്യമിട്ടാണ് സ്പേസ് എക്സ് ഈ പടുകൂറ്റൻ റോക്കറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. സ്റ്റാർഷിപ്പിന്റെ 7-8 വിക്ഷേപണ പരീക്ഷണങ്ങൾ പരാജയമായിരുന്നു. ഈ വർഷം ജനുവരിയിലും മാർച്ചിലുമായിരുന്നു ആ ദൗത്യങ്ങൾ നടന്നത്. അതേസമയം ഇത് തിരിച്ചടിയല്ലെന്നാണ് സ്പേസ് എക്സിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ 2 തവണത്തേക്കാൾ കൂടുതൽ ദൂരം പേടകം സഞ്ചരിച്ചത് നേട്ടമാണ്. ഗ്രഹാന്തര ദൗത്യത്തിനായി കൂടുതൽ തയ്യാറെടുക്കാൻ ഈ ദൗത്യം സഹായിക്കുമെന്നും കമ്പനി പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.